നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇറച്ചിച്ചോറാണ്. സ്വാദിഷ്ടമായിട്ടുള്ള ഇറച്ചിച്ചോറ് എങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ബീഫ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവാള, ആവശ്യത്തിന് ചേർക്കാനായിട്ട് കറിവേപ്പില, 4 ഗ്രീൻ ചില്ലി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തത്, 1 ടൊമാറ്റോ, ആവശ്യത്തിന് ചേർക്കാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിലേക്ക് ഒരൽപ്പം തൈരും കൂടി ചേർക്കണം. ഇനി മസാലയ്ക്ക് ആവശ്യത്തിന് ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ആവശ്യത്തിന് ചേർക്കാനായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഇറച്ചിച്ചോറ് തയ്യാറാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ടൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ കുക്കറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കറി ലീഫ് എല്ലാം നമുക്ക് ഈ ബീഫിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗരം മസാലപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം തൈരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസും ബീഫും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമുക്കൊരു ലൂസായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് ഈ ബീഫ് ഒന്ന് വെന്ത് കിട്ടേണ്ടത്. അതിനാണ് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം വേവിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫ്ലെയിം ഓൺ ചെയ്യാം. കുക്കറൊന്ന് മൂടി ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 20 മിനിറ്റും ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ പീസും എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഗ്രേവി വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഈ ഗ്രേവിയിലാണ് റൈസ് വേവിച്ചെടുക്കുന്നത്. ഞാൻ വേവിച്ചെടുത്ത ബീഫും ആ ഗ്രേവിയും ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3 കപ്പ്, ഈ ഒരു കപ്പിന് 3 കപ്പ് റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ 3 കപ്പ് റൈസിന് 6 കപ്പ് തിളച്ച വെള്ളം ചേർത്ത് വേണം ഈ റൈസ് വേവിച്ചെടുക്കാൻ. നമുക്കിവിടെ ഓൾറെഡി ഗ്രേവിയുടെ 2 കപ്പ് വെള്ളം ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 കപ്പ് വെള്ളവും കൂടി ചേർത്ത് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇനി ഇറച്ചിച്ചോറ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇറച്ചിച്ചോറ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈ മസാലകൾ ഇതിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 3 പട്ട, അല്പം പെരുംജീരകം, ഒരു 5 ഏലക്ക, 4 ഗ്രാമ്പൂ എന്നിവയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 2 മീഡിയം സൈസ് സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാള ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ഹാഫ് ലൈമിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ബീഫിൻ്റെ ഗ്രേവിയാണ്. 2 കപ്പ് ഉണ്ടായിരുന്നു, അപ്പം അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 4 കപ്പ് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. ഒരിക്കലും പച്ചവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കരുത്. തിളപ്പിച്ച വെള്ളം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് റൈസിന് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നമ്മുടെ ഇറച്ചിച്ചോറിൻ്റെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് റൈസും എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ റൈസ് വെന്തോന്നൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബിരിയാണിയേക്കാൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസാണിത്. എന്നാൽ ബിരിയാണി ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടുമില്ല. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.